മലയാളം മിഷൻ സുഗതാഞ്ജലി കാവ്യാലാപന മത്സരത്തിന്റെ ഒമാൻ ചാപ്റ്റർ ഫൈനൽ മത്സരങ്ങൾ സെപ്റ്റംബർ 26 വെള്ളിയാഴ്ച ഇബ്രയിൽ വെച്ച് നടന്നു. ഇബ്രയിലെ അൽ ഷർക്കിയ സാൻഡ്സ് ഹോട്ടലിൽ ഉച്ചകഴിഞ്ഞ് 3 മണിയോടെ ആരംഭിച്ച മത്സര പരിപാടികൾ രാത്രി 8 മണിയോടെ പര്യവസാനിച്ചതായി ഭാരവാഹികൾ അറിയിച്ചു. ചാപ്റ്റർ തല ഫൈനലിൽ ഓരോ വിഭാഗത്തിലും ആദ്യ 3 സ്ഥാനങ്ങൾ നേടിയ കുട്ടികൾ സുഗതാഞ്ജലി ആഗോളതല മത്സരത്തിൽ പങ്കെടുക്കാൻ അർഹത നേടിയതായി സംഘാടകർ അറിയിച്ചു. പരിപാടിയോടനുബന്ധിച്ച് നടന്ന സാംസ്കാരിക സദസ് മലയാളം മിഷൻ ഒമാൻ ചെയർമാൻ ഡോക്ടർ ജെ രത്നകുമാർ ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി അനുചന്ദ്രൻ, ഇന്ത്യൻ സ്കൂൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അംഗം നിധീഷ് കുമാർ, ജോയിന്റ് സെക്രട്ടറി രാജീവ് മഹാദേവൻ, പ്രവർത്തക സമിതി അംഗങ്ങളായ ആൻസി മനോജ്, സൈനുദ്ദീൻ കൊടുവള്ളി, കൈരളി പ്രതിനിധി താജുദ്ദീൻ, ഗാനരചയിതാവ് ഡോക്ടർ ഗിരീഷ് ഉദിനിക്കാരൻ തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. തമ്മിലിടയുന്ന മക്കളെ പിന്നെയും തന്നോടടുപ്പിച്ചുമൊപ്പം നടത്തിയും അമ്മ കിതച്ചും വിറച്ചും നടക്കുന്നു, തന്മേൽ തളർച്ച മറന്നു നടക്കുന്നു. ഒമാനിലെ വിവിധ മേഖലാ മത്സരങ്ങളിൽ ആദ്യ 3 സ്ഥാനങ്ങൾ നേടിയ 50ഓളം കുട്ടികളാണ് ഫൈനൽ മത്സരത്തിൽ മാറ്റുരച്ചത്. സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ വിഭാഗങ്ങളിലായി മത്സരങ്ങൾ നടന്നു. ചൂരൽ പാഴത്തിന്റെ കൈ പൂനിലും കണ്ണുനീരും അതിനത്രമൂന്നില്ല. സബ് ജൂനിയർ വിഭാഗത്തിൽ സൂർ മേഖലയിൽ നിന്നുള്ള ചന്ദ്രമൗലി 1ാം സ്ഥാനം നേടി. ഇബ്ര മേഖലയിൽ നിന്നുള്ള അനിക രതീഷ് 2ാം സ്ഥാനവും സീബ് മേഖലയിൽ നിന്നുള്ള ഇവ മാക്മിൽട്ടൺ 3ാം സ്ഥാനവും നേടി. മുഖം കണ്ടാൽ കാവില ദേവി തന്നെ, മടിയിലിരുത്തിയിട്ടും മാറോടും ചേർത്തിട്ടും മണിമ പോലെ കഥ പറയും, ഉച്ചത്തിലങ്ങനെ ആർക്കുന്നു പാവമാ കൊച്ചുങ്ങളെ അമ്മ മാറോടടുപ്പിച്ചു നിർത്താനുഴലവേ. ജൂനിയർ വിഭാഗത്തിൽ സോഹാർ മേഖലയിൽ നിന്നുള്ള ദിയ ആർ നായർ 1ാം സ്ഥാനം കരസ്ഥമാക്കി. മസ്കറ്റ് മേഖലയിൽ നിന്നുള്ള ആലാപ് ഹരിദാസ് 2ാം സ്ഥാനവും ഇബ്രയിൽ നിന്നുള്ള അവന്തിക കെ 3ാം സ്ഥാനവും നേടി. കേശമിതു കണ്ടുവോ ചോദിപ്പു പാർശ്വതി, കേശവൻ സ്തബ്ധനായി നിന്നുപോയ ക്ഷണം മോഹിച്ച കല്യാണ സൗഗന്ധികം. സീനിയർ വിഭാഗത്തിൽ സീബ് മേഖലയിൽ നിന്നുള്ള മുഹമ്മദ് അമീൻ തെരഞ്ഞെടുക്കപ്പെട്ടു. മലയാള മിഷൻ ഇബ്ര മേഖലാ സെക്രട്ടറി പ്രകാശ് തടത്തിൽ, ഭാഷാധ്യാപകരും പ്രവർത്തകരുമായ ഷനില, അനുഷ, അരുൺ, സിത ഷിബു, അനുഷൈജു, സതീഷ് തുടങ്ങിയവർ മത്സര പരിപാടികൾക്ക് നേതൃത്വം നൽകി.